Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മലബാർ സ്പെഷ്യൽ കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് 4ആയി മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. നല്ല കനം കുറച്ചിട്ട് മുറിച്ചെടുക്കേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ നമുക്കിത് മുറിച്ചെടുക്കണം. പിന്നെ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് 4ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിടാം. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചിടാം. ഇപ്പോൾ ഞാൻ 5 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായയുടെ പൊടിയും 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാതും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഫ്രൈ പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് റൈസിൻസ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാഷ്യൂ നട്ട്സിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഉടനെ തന്നെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ സെയിം പാനിൽ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ പഴം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് വാട്ടിയെടുത്തിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സിൽ നിന്നും റൈസിൻസിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കായ്പോള റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സോസ് പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലൊരു പഴയ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ സോസ് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഈ സോസ് പാനിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 30-35 മിനിറ്റോളം സിമ്മിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറക്കാം.
എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള കാഷ്നട്ട്സ് റെസിൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഭംഗിയിൽ മുകളിൽ ഇങ്ങനെ കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് കാഷ്നട്ട്സ് റെസിൻസ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ എല്ലാതും താഴോട്ട് താഴ്ന്നു പോകും. അങ്ങനെ താഴ്ന്നു പോവാതിരിക്കാനും മുകളിൽ ഇങ്ങനെ ഭംഗിയിൽ കെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 25 മിനിറ്റും കൂടിയും ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.